മദ്രാസ്കാരൻ്റെ ആദ്യത്തെ തമിഴ് സിനിമയാണ്. ചെറുപ്പം മുതലേ തമിഴ് സിനിമകൾ കൂടുതൽ കണ്ടിട്ടുണ്ട്. കൂടുതലും ഈ പറഞ്ഞ പോലെ ഡാൻസ്, പാട്ട് അങ്ങനെയുള്ള കൊമേഴ്ഷ്യലായ എലമെൻറ്റ്സ് കൂടുതലുള്ളത് തമിഴ് സിനിമയിലാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്ത തമിഴ് സിനിമയിൽ ഇത്തരം എലമെൻറ്റ്സുകളും ഉണ്ട്. അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ് ആയിട്ട് ഞാൻ കാണുന്നു. പിന്നെ RDX കഴിഞ്ഞൊരു സമയത്തായിരുന്നു എനിക്ക് ഈ കോള് വന്നത്. ആ സമയത്ത് കുറച്ച് തമിഴ്ന്നും അല്ലാതെ വേറെ ഭാഷകളിൽ നിന്നെല്ലാം ഓഫേഴ്സ് വന്നുകൊണ്ടിരുന്ന ഒരു ടൈമായിരുന്നു. അതിലെനിക്ക് ഈ കഥ വർക്കായി. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ SR പ്രൊഡക്ഷൻ അവരുടെ ആദ്യത്തെ സിനിമയാണ്. പക്ഷേ അതിന് അങ്ങനെ ഒരു ആദ്യത്തെ കമ്പനിയാണെന്നുള്ളതിൻ്റെ ഒരു ഇൻകൺവീനിയൻസും ഒരു സൈഡിൽ നിന്ന് വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. വളരെ നന്നായിട്ടാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ ഇപ്പോഴും നിലവിലും ഇതിൻ്റെ പ്രൊമോഷൻസ് ഇവൻ ചെന്നൈയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഗ്രാൻഡായിട്ടാണ്. ഒരു ആദ്യ സിനിമ എന്നുള്ള രീതിയിൽ അതും വേറൊരു ഇൻഡസ്ട്രിയിലേക്ക് പോകുമ്പോൾ എനിക്ക് എന്ത് ചെയ്തു തരാമോ അതിൻ്റെ മാക്സിമം പുള്ളി ചെയ്തു തരുന്നുണ്ട്. അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. പുള്ളിനോട് ഞാൻ ഈ സിറ്റുവേഷനിൽ നന്ദി പറയുന്നു. ഫസ്റ്റ് ഈ പറഞ്ഞ കൊമേഴ്ഷ്യൽ സാധ്യതകൾ സത്യം പറഞ്ഞാൽ കുറവായിരുന്നു. ആദ്യം ഈ പറഞ്ഞ നമ്പർ ഓഫ് ഫൈറ്റ്സ് കുറവായിരുന്നു. The number of fights in the movie was less. First when you narrated, even songs were not there. So ഇങ്ങനെയുള്ള കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറയുന്ന സമയത്തില്ല. കഥയുടെ കൂടെ തന്നെ സിറ്റുവേഷൻ. അപ്പോൾ ഒരു സോങ് ഉണ്ട്, കല്യാണ സോങ് ഉണ്ട്, ഈ പറഞ്ഞ തേത്തൊക്കെ കല്യാണമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് സെക്കൻഡ് ഹാഫിൽ അവരുടെ സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സിലാണ് ഫൈറ്റ്സ് കൂടുതലായിട്ട് ആഡായി വന്നതും. അതാ ഞാൻ പറയാം. ഇപ്പോൾ അത് ശരിക്കും പറഞ്ഞൊരു അത്ഭുതമാണ്. ഇപ്പം ഈവൺ ഈ റിലീസ് പൊങ്കലിന് വരുന്നത് ഇൻക്ലൂഡിങ് നോക്കിക്കഴിഞ്ഞാൽ ഞാനത് ഒരു അത്ഭുതത്തോടെ നോക്കി കാണുന്നത്. ഓരോ ചേരുവകൾ ഇതിലേക്ക് പതുക്കെ ആയിട്ട് ആഡായി വന്നതാണ്. ഈവൺ ലാസ്റ്റ് നമ്മൾ കാതൽ സടുകുടു റീമിക്സ് ചെയ്തത് പോലും അതും ആദ്യം ഒരു പ്ലാനിൽ ഉണ്ടായിരുന്നെങ്കിലും അതൊരു പോയിന്റിൽ അത് വേണ്ട എന്ന് വെച്ചിരുന്നു. പിന്നീട് അത് വന്നു. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഈ ഒരു യൂത്ത് ഓഡിയൻസിനും കൂടെ ഇങ്ങനെ ഒരു റൊമാൻറ്റിക് ഏരിയ പടത്തിലുള്ളത് നമുക്ക് കുറച്ചും കൂടെ കൺവിൻസ് ചെയ്യാനായിട്ട് എന്തായാലും സോങ് വേണം. സിനിമ കാണുന്നതിന് തിയേറ്ററിലേക്ക് അട്രാക്ട് ചെയ്യണമെങ്കിൽ കുറച്ച് ഘടകങ്ങൾ വേണമെന്ന് പറയണ പോലെ അങ്ങനെ ഓരോന്നും വന്നു ചേർന്നതാണ്. വലിയൊരു സന്തോഷമായിട്ടും വലിയൊരു ഭാഗ്യമായിട്ടും കാണുന്നത്. പിന്നെ ഈസി ആയി എന്നുള്ളതല്ല, ഷൂട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി കുഴപ്പമുണ്ടായില്ല. അത് കഴിഞ്ഞ് ഡബ് ചെയ്തപ്പോഴാണ് ചില വാക്കുകൾ ചില അക്ഷരങ്ങൾ നമ്മൾ പറയണ പോലെ അല്ല അവർ പറയണത്. അതിൻ്റെ സ്പീഡ് വേറെയാണ്. ചില അക്ഷരങ്ങൾ അവർ പറയില്ല. എന്നാൽ ആ അക്ഷരത്തിൽ ഉണ്ടാകുന്നതാണ് ചില വാക്കുകൾ. അപ്പം അതൊക്കെ കുറച്ച് ട്രിക്കിയായിരുന്നു ആ രീതിയിൽ പറഞ്ഞെടുക്കാൻ. എന്നാലും എനിക്ക് പറ്റാവുന്ന ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രോ, ഇവിടെ ഈ പൊങ്കൽ റിലീസ് കേരളത്തിലും ഭയങ്കര സെലിബ്രേറ്റഡ് ആണല്ലോ. ഇപ്പോൾ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന പൊങ്കൽ റിലീസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലും ഭയങ്കര സംഭവം. അപ്പോൾ ശരിക്കും ഒരു മലയാളിയുടെ സിനിമ പൊങ്കലിൽ തമിഴ്നാട്ടിൽ റിലീസ് ആവാന്നുള്ളൊരു കാര്യം കൂടെ സംഭവിക്കുകയാണല്ലോ. അപ്പോൾ ഈ പൊങ്കൽ റിലീസിന്റെ പ്രഷർ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ പ്രഷർ ശരിക്കും അടിക്കുന്നുണ്ടോ ഈ ന്യൂ ഫേസ്? ബ്രോ, എനിക്കിത് ശരിക്കും പറഞ്ഞാൽ 31st വെച്ചിരുന്ന പടമായിരുന്നു. വിനയം വെച്ച് മാറിയതുകൊണ്ടാണ് ഈ ഡേറ്റിലേക്ക് വന്നത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഒരു ഡേറ്റിന് നമ്മുടെ ഒരു പടം അവര് തിയേറ്ററിൽ കൺസിഡർ ചെയ്യുന്നു എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. എല്ലാം ഇങ്ങനെ സിറ്റുവേഷനിൽ വന്നതുകൊണ്ടാണ് സംഭവിച്ചിരിക്കുക. അല്ലാതെ നമ്മൾ പ്ലാൻ ചെയ്ത് പൊങ്കലിന് വെച്ച പടമല്ല. ഒരുപാട് ഡേറ്റ്സ് നോക്കിയിരുന്നു മുമ്പ്. അപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരുപാട് വലിയ സ്റ്റാർസിന്റെ അവിടെ പടങ്ങൾ വരും, തിയേറ്റർ കിട്ടില്ല എന്നൊക്കെയുള്ള സീനായിരുന്നു. പക്ഷെ ഇത് ദിവസമായിട്ട് ഇങ്ങനെ ഈ ഒരു റിലീസ് എക്സൈറ്റഡ് ആണ് ബ്രോ. ടെൻഷനും അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു പേടിനൊക്കെ അപ്പുറത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു അങ്ങനെ ഒരു നടന്നതിൽ. எனக்கு மலையாளம் அறியல. அல்ட்ரா ஸோ ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ മീഡിയക്കാർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. മാർച്ച് 10 മദ്രാസ്കാരൻ തിയേറ്ററിൽ വരും. എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടു. ആൻഡ് എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും എங்களுக்கு വേണം. ആൻഡ് thanks to our producer Jagdish for giving us the space for Madraskaran to work towards the beautiful film, for giving us the budget also, and
We are very happy, and I would really love to welcome Shane in Tamil film industry. We are such a huge fan of him, and also the Malayalam film industry, that all the Malayalam films are happening now. And Kalai Arison also. Thank you, Kalai, for being a huge part of the film Madras Karan. And Niharika is not here. She also has performed really well in this film.